ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണ ദിനമായിരുന്നു ഇന്ന്. ഏകാദശിയോടനുബന്ധിച്ച് ദശമി നാളിലാണ് ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ച് ഗജഘോഷയാത്രയും അനുസ്മരണ ചടങ്ങും ദേവസ്വം സംഘടിപ്പിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അങ്കണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ആനകൾ ഘോഷയാത്രയായി എത്തി ഗജരാജന് പ്രണാമമർപ്പിക്കുന്നതാണ് ചടങ്ങ്. എല്ലാ വർഷവും ഈ ചടങ്ങ് നടക്കും. ഗുരുവായൂരപ്പനെ 54 വർഷം സേവിച്ച ആനയാണ് ഗുരുവായൂർ കേശവൻ. കേരളത്തിലെ ഏറ്റവും അധികം പ്രശസ്തിയുള്ള ആന. ഗുരുവായൂർ കേശവനെക്കുറിച്ചിട്ട് കവിതകളുണ്ടായിട്ടുണ്ട്, പാട്ടുകളുണ്ടായിട്ടുണ്ട്, പുസ്തകമുണ്ടായിട്ടുണ്ട്, സിനിമയുണ്ടായിട്ടുണ്ട്, പ്രതിമയുണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും കേശവൻ്റെ പേരിൽ അനുസ്മരണ ചടങ്ങ് നടന്നു വരുന്നു. കേരളത്തിലെ മറ്റൊരാനയ്ക്കും ലഭിക്കാത്ത അംഗീകാരമാണിത്. ഇന്ന് രാവിലെ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്. ഇന്ദ്രസൻ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കൊമ്പൻ ഇന്ദ്രസൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ ചിത്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് 5 ആനകൾ അകലം പാലിച്ച് തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മുറിച്ചു കടന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി കിഴക്കേ നടയിൽ മഞ്ജുളാലിന് മുന്നിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് ഗുരുവായൂർ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലൂടെ ഗജരാജ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അതിനുശേഷം ഗജരാജനെ വണങ്ങുകയാണ് ആനകളിൽ അഭിമാനിയായിട്ടുള്ള ഗുരുവായൂർ ഇന്ദ്രസൻ. ഗുരുവായൂർ ഇന്ദ്രസൻ ആനക്കോട്ടയിലെ ഗജരാജൻ്റെ പിൻഗാമി എന്ന നിലയ്ക്കുന്ന ഏറ്റവും അധികം പേരുള്ള ആനയാണ്. ഗജരാജൻ്റെ ചിത്രം എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ എത്തിയത് ഇന്ദ്രസനാണ്. ഇന്ദ്രസനിതാ ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയെ വണങ്ങുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 ആനകളെ തുല്യ അകലത്തിൽ കയറ് കെട്ടി തിരിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് 3 മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് ഗജഘോഷയാത്ര നടന്നത്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദേവസ്വം ചെയ്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഭരണസമിതി അംഗങ്ങളായ മനോജ് ബി നായർ, സി മനോജ്, വി ജി രവീന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. കെ പി വിശ്വനാഥൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 6:30ക്കാണ് ചടങ്ങ് ആരംഭിച്ചത്. 8 മണിക്ക് ശേഷം തെക്കേ നടയിലെ ഗജരാജൻ്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തിയിട്ടാണ് അഭിവാദ്യം അർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി ഗജരാജനെ വണങ്ങിയത്. ചുറ്റുഭാഗത്തുമായിട്ട് 10 ആനകൾ അണിനിരന്നു. 5 ആനകൾ ഘോഷയാത്രയായിട്ട് വന്നു. ദേവസ്വത്തിൻ്റെ 5 ആനകൾ ഈ പ്രതിമയ്ക്ക് ചുറ്റും അണിനിരന്ന് ഗജരാജന് ആദരമർപ്പിച്ചു. കൃഷ്ണ